ഹായ് ഫ്രണ്ട്സ്, ഗോപു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്കും മക്കൾക്കൊക്കെ കൊടുത്തു. കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടി വിചാരിച്ചു. അങ്ങനെ മോൻ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന്. അപ്പോഴത്തേക്കും പോകുന്ന യാത്രയിലാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ കൂട്ടുകാരി കുറേ നാളായി അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റാതിരുന്നു. വീട്ടിലോരോ സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ പോകുന്ന ടൗണിന് അടുത്ത് തന്നെയാണ് അവളുടെ വീട്. അപ്പം ഞാനോർത്ത് ഒന്ന് അവളുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവളോട് വിളിച്ച് പറഞ്ഞൊന്നുമില്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോകാനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗണിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് അവളുടെ വീട്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്നാകുമ്പോഴത്തേക്കും മക്കൾക്കൊന്നും സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പം അവളുടെ കുഞ്ഞുമക്കളും വീട്ടിൽ കാണും. അപ്പം മക്കളെയും കണ്ട് അവളെയും കണ്ട് മടങ്ങി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു, പോകാൻ പറ്റി. ഇല്ലെങ്കിൽ കുറേ ദിവസം പോകാൻ പറ്റാത്തൊരവസ്ഥയായി പോകുമായിരുന്നു. അതാണ് കുറേ ഡിലേ ആയി പോയത്. ഒത്തിരി നാളായി അവൾ വിളിക്കുന്നുണ്ട്, വന്നിട്ട് പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ എനിക്ക് പോകാൻ പറ്റാതിരുന്നു. അപ്പോൾ ഇന്നായപ്പോഴത്തേക്കും അതിനൊരു അവസരം കിട്ടി. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പം മഴയില്ലാത്തതുകൊണ്ട് നല്ല ഒരു പ്രകൃതിയായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ അവളുടെ വീട്ടിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. കുറച്ച് ഇറക്കമുള്ള സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി കൂടെ താഴോട്ട് ഇറങ്ങണം. നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകുമായിരുന്നു. പക്ഷേ വെയിലായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വീടെത്താറായി. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് വീടിൻ്റെ. അപ്പം അവൾ അവിടെ ഇരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. പറയാതെയാണല്ലോ പോണത്, സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൻ്റെ വാതിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവളുടെ ഗേറ്റിൻ്റെ അവിടെ എത്തി. മക്കളും അവളും അവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്, അവളും അവളെ മക്കളും അവിടെ ഇരിക്കുകയാണ് അകത്ത്. എല്ലാം ഞങ്ങൾ പോകുന്നുണ്ട് അവിടെ വീട്ടിലേക്ക്. ഗേറ്റ് പൂട്ടി അകത്തോട്ട് കയറി എത്തിയിട്ടുണ്ട് വീട്ടിനകത്തോട്ട്. അവൾ കണ്ടാൻ തോന്നുന്നുണ്ട്. കണ്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. സർപ്രൈസായി. പിന്നെ മക്കളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു മക്കൾ. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. പിന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. കുറേ നാളിന് ശേഷം കാണുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് അവളും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. കാരണം അവൾക്കും ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെതായൊരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവർക്കും വലിയ ഹാപ്പിയായി. എനിക്കിവിടെ നിന്ന് മാവിൻ തൈ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് മക്കളോട് യാത്രയും പറഞ്ഞ് സന്തോഷത്തോടെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് ഇളയ മോളാണ് അടുത്ത് നിൽക്കണത്, മൂത്തവളാണ് അകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഒരാളെ കാണാനില്ല, ഒരാൾ അകത്തിരിക്കുകയെന്ന് ഒളിച്ചിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. അതാ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരും. വന്ന് ഒരു ഉമ്മയൊക്കെ തന്ന്, അങ്ങനെ രണ്ടാളും ഉമ്മയൊക്കെ തന്ന് യാത്ര പറയുകയാണ്. തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന്. എന്തായാലും മഴയൊക്കെ വരണതിന് വീട്ടിലോട്ട് എത്തണമല്ലോ, അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് താഴോട്ട് നോക്കുമ്പോൾ നല്ല പ്രകൃതിയൊക്കെയാണ്, നല്ല ഒരു വൈബാണ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ കുറച്ച് പ്രകൃതി രമണീയമായ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനിടയായി. അങ്ങനെ അതും കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.